ഡിയർ ജെ ആസ്പിരൻസ്, നമ്മൾ പഠിച്ച് ഇനി ഒരു മാസം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിയിലെ ഒരു 20-21 മുതൽ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു ഫൈനൽ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരുപാട് ആളുകൾ ഇപ്പോഴും പല കൺഫ്യൂഷൻസ് ആണ്. ഇപ്പോൾ തുടങ്ങിയാൽ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, 15 ലക്ഷം കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ തുടങ്ങിയാൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നുള്ള ചോദ്യങ്ങളൊന്നായിട്ട് ആരും വരാൻ നിൽക്കരുത്. ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കോർ ഉണ്ട്, അതിലേക്ക് എത്താം. അതല്ലാതെ ഭയങ്കര മാജിക് ഒന്നും സംഭവിക്കുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്യരുത്. ഇത് 2 വർഷത്തെ കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് വേണ്ട ഒരു എക്സാമാണ്. അല്ലാതെ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയുള്ള ഒരു മാസം നിങ്ങളുടെ എക്സാം പ്രാക്ടീസിന് വേണ്ടി മാത്രമായിരിക്കണം സമയം ചിലവാക്കേണ്ടത്. അല്ലാതെ പഴയ ടോപ്പിക്സ് പഠിക്കാനോ വീഡിയോസ് കാണാനോ വൺ ഷോട്ടുകൾ കാണാനോ ഇതിനൊന്നും നിങ്ങൾ ഇനി ടൈം സ്പെൻഡ് ചെയ്യരുത്. വീക്ക്ലി മിനിമം 2 ഫുൾ ലെങ്ത് എക്സാമുകൾ എഴുതണം. മാക്സിമം 3-4 നിങ്ങൾക്ക് എഴുതാം. ഓരോ ഫുൾ ലെങ്ത് എക്സാം എഴുതി കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ്, എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റി, എത്ര എണ്ണം കിട്ടിയിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അനാലിസിസും നിങ്ങൾ പ്രോപ്പറായിട്ട് നടത്തണം. എന്നിട്ട് ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസെപ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുക. അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇനിയുള്ള ഒരു 4 ആഴ്ച കൊണ്ട് മേ ബി ഒരു 10 അല്ലെങ്കിൽ 12, ലെറ്റ്സ് സേ ഒരു 10 ഫുൾ ലെങ്ത് എക്സാമുകൾ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 750 ക്വസ്റ്റ്യൻസ്, 750 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ 10 എക്സാമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആദ്യം ചെയ്യണം, ഏത് സബ്ജക്റ്റ് ആദ്യം ചെയ്യണം, റൗണ്ട് 1, റൗണ്ട് 2 മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, ടഫ് പേപ്പർ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈസി പേപ്പർ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസും നിങ്ങളുടെ മൈൻഡിൽ സെറ്റായിരിക്കണം. നമ്മൾ ആക്ച്വൽ എക്സാമിന് പോയി ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിനാരിയോ അവിടെ ഉണ്ടാവരുത് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ റെഡി ആയിരിക്കണം. അതാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. നിങ്ങൾ വീഡിയോസ് കാണുന്നതിന് പകരം ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ അനാലിസിസും അതിൻ്റെ മേലെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം. ആൻഡ് ഓൾസോ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ എക്സാം അനാലിസിസ് അല്ലാതെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PYQs മാത്രം ചെയ്യുക. PYQs നിർബന്ധമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ തന്നെ ഫിസിക്സിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് ഒന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിയിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം സ്കോർ ചെയ്യേണ്ടത് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ്. മാത്തമാറ്റിക്സ് ടഫ് സബ്ജക്റ്റാണ്, ഒരു സംശയമില്ല. ഒരു 45 മാർക്ക് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സിലെ 99% എത്തും. അതുകൊണ്ട് മാത്തമാറ്റിക്സിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. 28 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിലൊരു 15 ചാപ്റ്റർ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ആ 15 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾക്ക് കോണിക് സെക്ഷൻ ആകാം, ചില ആളുകൾക്ക് കാൽക്കുലസ് ആകാം, ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. ആൻഡ് ഓൾസോ ഞാൻ പറയുന്നത്, ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഒരു ഫൈനൽ ഫോക്കസ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ ഒരു 15 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു അവസാനത്തെ മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക, സ്ലീപ്പ് പ്രോപ്പർ ആക്കുക. ഒരു 6 to 7 hours എങ്കിലും സ്ലീപ്പ് ചെയ്താലാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ആവുകയുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4 മണിക്കൂർ 5 മണിക്കൂർ ഒന്നും ഉറങ്ങിയിട്ട് ഉള്ള പഠനം ഉണ്ടാവരുത്. 6 to 7 നിർബന്ധമായിട്ട് വേണം. ഭക്ഷണം, വെള്ളമടക്കം നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ഫുഡ് പോയിസണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ 1-2 ആഴ്ച നഷ്ടപ്പെടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വീട്ടിലും മാക്സിമം ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട. ജനുവരി എക്സാം കഴിയുന്നവരെ സ്കൂളുകൾ ലീവാക്കിയാലും പ്രശ്നമില്ല. നിങ്ങളുടെ ഓൺലി പ്രയോറിറ്റി JEE ആയിരിക്കണം. അതിൽ നിങ്ങൾ എത്രത്തോളം മാക്സിമം ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയ ആളുകൾക്ക് അത് പഠിക്കാം. JEE മെയിൻ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആളുകൾക്ക് അത് നോക്കാം. ഇനി അതല്ല, JEE മെയിൻ നോക്കിയിട്ട് എത്തുന്നില്ല, വേഗം നമുക്ക് കീമിലേക്കും കുസാറ്റിലേക്കും മറ്റ് എക്സാമുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോക്കസ് തിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഈ ജനുവരി റിസൾട്ടിൽ ഉണ്ടായിരിക്കും. ഇത് എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വലിയൊരു മണ്ടത്തരമാണ്, വലിയൊരു അബദ്ധമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ജനുവരി സ്കിപ്പ് ചെയ്ത് ഏപ്രിൽ എഴുതിയാൽ എന്തോ മാർക്ക് കൂടുന്നുള്ളതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. എക്സാം എഴുതിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് ഫൈനലി പറയാനുള്ളത്, നിങ്ങൾ സിലബസ് തീരാത്തതുകൊണ്ട് ഇനിയും ഫുൾ സിലബസ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ നന്നായിട്ട് ബാധിക്കും, ഒരു സംശയമില്ല. സിലബസ് തീർന്നില്ല എന്നുള്ള ഒരു വിഷയമേ അല്ല. 3 മണിക്കൂർ എക്സാം എഴുതുക, 3 മണിക്കൂർ മുഴുവൻ സ്പെൻഡ് ചെയ്യുക. 75-ൽ നിങ്ങൾക്ക് 40 അറിയുള്ളൂ. ആ 40 ക്വസ്റ്റ്യൻസിൻ്റെ മേലെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി. 75-ന് പകരം 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 40 ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു ക്വസ്റ്റ്യന് 4 മിനിറ്റിലധികം സമയം കിട്ടും. ആ സമയം കൊണ്ട് ഓരോ ക്വസ്റ്റ്യനും മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായിട്ട് എക്സാമുകളെ കാണുക, ജെഇയെ കാണുക, ടെൻഷനൊക്കെ കുറച്ചിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തും എന്ന പ്രതീക്ഷയോട് കൂടി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. വേറെ എന്തെങ്കിലും സംശയങ്ങളോ കൺസേൺസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ തന്നെ റിപ്ലൈ തരുന്നതാണ്. എക്സാൻവേ ലേണിംഗിൻ്റെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം, ലിങ്ക് താഴെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ +1 പഠിക്കുന്ന നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ +2 ബാച്ചിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റ് ഡിസംബർ 28 നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സോ റിലേറ്റീവ്സോ ഒക്കെ ഇപ്പോൾ +1 പഠിക്കുന്നുണ്ട്, അടുത്ത വർഷം ജെഇ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എക്സാൻവേ ലേണിംഗിൻ്റെ സെലക്ഷൻ ടെസ്റ്റ് ഒന്ന് എഴുതാൻ പറയാം. സ്കോളർഷിപ്പോട് കൂടി ഞങ്ങളുടെ +2 ബാച്ചിലേക്ക് അഡ്മിഷൻ നേടാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ മുന്നോട്ട് ചോദിക്കാൻ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.